40-50 വയസ്സാകുമ്പോൾ ജോയിന്റ് പെയിന്, സ്റ്റിഫ്നെസ്, അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റിഫ്നെസ്, ഇതൊന്നും പ്രായം കൊണ്ട് വരുന്നതല്ല. പലപ്പോഴും സ്ത്രീകളുടെ മെനോപോസിന്റെ ഒരു പ്രധാന വാർണിംഗ് സിംറ്റംസ് ആണ് ഇതെല്ലാം തന്നെ. അപ്പോൾ മെനോപോസ് കാലത്ത് സ്ത്രീകളുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ചേഞ്ചുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണത്. ആ സമയത്താണ് ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി ഈസ്ട്രോജൻ ആ സമയത്ത് കുറയും. ഈസ്ട്രോജൻ നോർമലായി ജോയിന്റ് ലൂബ്രിക്കേഷൻ സപ്പോർട്ടാണ് ചെയ്യുന്നത്. അത് കുറഞ്ഞു തുടങ്ങുമ്പോഴാണ് ശരീരത്തിൽ ഒരു സ്മോളർ ആൻഡ് ബിഗർ ജോയിന്റ്സ് ഉണ്ടാകും. ആ ജോയിന്റിലൊക്കെ സ്റ്റിഫ്നെസ് ഉണ്ടാകും. പെയിൻ കൂടുതലായിട്ട് കാണുന്ന സമയം രാവിലെ മോർണിംഗുകളിലായിരിക്കും. അതുകൊണ്ട് മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടാവുന്നത്. നീ പെയിന്, ഹിപ്പ് പെയിന്, ഷോൾഡർ ജോയിന്റ്സ്, അതുപോലെ ഈ കാണുന്ന ജോയിന്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക. അതോടൊപ്പം തന്നെ കൈകളിൽ, ഹാൻഡ്സിലും ഫിംഗേഴ്സിലും ഉണ്ടാകുന്ന ജോയിന്റിലും ഇത് കാണാറുണ്ട്. അപ്പോൾ ആയുർവേദ പോയിന്റ് ഓഫ് വ്യൂവിൽ 40 വയസ്സിൽ വാദം യൂഷ്വലി കൂടിത്തുടങ്ങും. വാദം ഈസ്ട്രോജനെ ഇംബാലൻസ് ആണ് ചെയ്യുന്നത്. 45 കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ഒരു പെയിൻ ഉണ്ടാവുക, ശരീരം ടോട്ടലി ഒരു ഹെവിനെസ് അനുഭവപ്പെടുക, ക്രാക്കിംഗ് സൗണ്ട് കേൾക്കുക, സ്റ്റിഫ്നെസ് അനുഭവപ്പെടുക, ഇതെല്ലാം തന്നെ ഇപ്പോൾ വീടുകളിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആവുക, സ്ക്വാറ്റിംഗ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുക, ഈവനിങ് അതായത് വൈകുന്നേര സമയങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്ന വേദന അധികരിച്ച് അല്ലെങ്കിൽ കൂടിയതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ മുട്ട്, കൈയ്യ്, ഫിംഗേഴ്സ്, അവിടെയൊക്കെ തന്നെ, അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള ജോയിന്റ് ഒക്കെ തന്നെ ചെറിയ എള്ളെണ്ണ കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. അവിടെ ഉണ്ടാകുന്ന വാദത്തിനെ കുറയ്ക്കാൻ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഒരു മാർഗമാണിത്. പിന്നെ എല്ലാവരും പറയും രാവിലെ വെള്ളം കുടിക്കുക എന്നുള്ളത്, അല്ലേ? അപ്പൊ ഇവിടെ മെനോപോസ് കഴിഞ്ഞ ആളുകൾ ചെയ്യേണ്ടുന്നത് വേദന കൂടുന്ന സമയത്ത് ചൂടുവെള്ളം എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവനിങ് കുടിക്കുക എന്നുള്ളതാണ്. ആ ഈവനിങ് കുടിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് കുറയാനും വാദത്തിന്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനും സഹായിക്കും. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എല്ലാ ദിവസവും വീടുകളിൽ സ്ട്രെച്ചുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഹിപ്പിന് ഓപ്പൺ ആവുന്ന തരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസ്, മുട്ടുകൾക്ക്, ഹിപ്പ് ജോയിന്റിന് 10 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക. പക്ഷെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 10 മിനിറ്റെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിഫ്നെസ് കുറയും എന്നുള്ള ഒരു കാര്യം ഓർക്കുക. ഇനി നാലാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ടൈൽസ് ഇട്ട വീടുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ തറയിൽ ഇരിക്കുന്നതോ ചെരുപ്പില്ലാതെ കാലിൽ നടക്കുന്നതൊക്കെ ഒഴിവാക്കുക. ഒരു നേരം ആഹാരം കഴിക്കാതെ സ്കിപ്പ് ചെയ്യുന്ന പതിവുണ്ട്. ഇതെല്ലാം തന്നെ ശരീരത്തിൽ വാദം കൂട്ടുന്ന പ്രക്രിയകളാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാം. ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞുതരാം. മെനോപോസ് ഒക്കെ കഴിഞ്ഞ ആളുകളുടെ, മെനോപോസ് കഴിഞ്ഞ ഒരു സ്ത്രീയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്, മെനോപോസ്റ്റൽ പീരീഡ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടും ഡയഗ്നോസ് ചെയ്യുക. 2-3 ആഴ്ചയിലൊക്കെ തന്നെ നല്ല റിലീഫ് സാധ്യമാണ്. ഓരോ സ്ത്രീയുടെയും ബോഡി കണ്ടീഷൻ വളരെ വ്യത്യാസമാണ്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കണം അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലുള്ള ആളുകളെ പരിചയമുണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വി വിൽ ഗീവ് യു ദ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള അഡ്വൈസുകൾ ഞങ്ങൾ തരുന്നുണ്ടാവും. താങ്ക് യു.